നമസ്കാരം സുഹൃത്തുക്കളെ, PSC ഇന്ന് നടത്തിയ ഫാം വർക്കർ മെയിൻസ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന LDC, LGS, സെക്രട്ടേറിയറ്റ്, OA മുതലായ പരീക്ഷകൾ എഴുതുന്നവർ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായിട്ടുള്ളത് ഏത്? ആനന്ദമഠം. ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് ഇപ്രകാരം പ്രതികരിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സ്ഥലം ഏത്? ബംഗാളാണ്. ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആര്? അൽ ഹിലാൽ. മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ എന്നാണ് തന്നിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു വരേണ്ടത്. ആമുഖം ജവഹർലാൽ നെഹ്റു. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗം. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ് ശരി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും പാർലമെന്റ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇത് രണ്ടും മൗലികാവകാശത്തിലാണ് ഉൾപ്പെടുന്നത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? SCERT ആണ്. ഈ പറഞ്ഞതെല്ലാം SCERT ആയിരുന്നു. പ്ലേറ്റോയുടെ വാക്കുകളാണിത്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ്, OA മുതലായ ക്ലാസുകൾ നടന്നു വരികയാണ്. LDC പരീക്ഷ നടക്കാനിരിക്കെ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസുകൾ ഞാൻ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡർ വൈസ് ആയിട്ടാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോഴ്സിന്റെ വാലിഡിറ്റി ഡിസംബർ 31 വരെയാണ്. അപ്പോൾ LDC പരീക്ഷയ്ക്ക് മാത്രമല്ല, ഈ വർഷം വരുന്ന ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ കേരള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അത് ഓരോ ഫോൾഡറിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം എല്ലാ പോർഷൻസും, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCERT പോർഷൻസ് ഒക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫെയർസ് ഉൾപ്പെടെയാണ് ഞാൻ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 999 രൂപയാണ് ഫീസ്. ഡിസംബർ 31 വരെയും ഈ ഒരൊറ്റ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ LDCക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരുന്ന ഏതൊരു പരീക്ഷയായാലും ഈ ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മാക്സിമം ഈ അവസരം വിനിയോഗിച്ചോളാം. ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഈ തന്നിരിക്കുന്നത്. ആരാണെന്ന് കണ്ടെത്തുക. ഇതും SCERTയിലുള്ള അതേ പോയിന്റ്സ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകും. അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. ചട്ടമ്പി സ്വാമികളാണ്. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ളത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇവിടെ രാമകൃഷ്ണപിള്ള എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. അയ്യങ്കാളി കല്ലുമാല സമരം ശരി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ ശരി. വൈകുണ്ഠസ്വാമികൾ ഐത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? എഗെയിൻ SCERTയിൽ ഒരു കോളമായിട്ട് തന്നിട്ടുണ്ട്. തിരുവിതാംകൂർ. LMS തിരുവിതാംകൂർ.
വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്? 1924 നവംബർ മാസം 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാ? 18ാമത് ലോക്സഭയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി മുഹമ്മദ് അയൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത്. അത് തെറ്റാ. ആരൊക്കെ ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റുവും ചൗവിൻലായും ചേർന്നിട്ടാണ് ഒപ്പുവെച്ചത്. ബാക്കിയെല്ലാം ശരിയാണ്. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് ശരി. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ് ശരി. ജവഹർലാൽ നെഹ്റുവും ചൗവിൻലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ശരി. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ഇതേ ഓർഡറിൽ തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. ആ ഓർഡറിൽ തന്നെ ശരിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? ബൊക്കാറോ ഫ്രാൻസ്, റഷ്യയാണ് വരേണ്ടത്. സോവിയറ്റ് യൂണിയൻ, ഓക്കെ, അതാണ് തെറ്റ്. ഭിലായി സോവിയറ്റ് യൂണിയൻ ശരി. റൂർക്കേല ജർമ്മനി ശരി. ദുർഗാപൂർ ബ്രിട്ടൻ ശരി. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1951-56 പദ്ധതിയുടെ കാലയളവ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹരോ ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ഇത് മൂന്നും ശരിയാണ്. വ്യാവസായിക വികസനം 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് തെറ്റ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാ? ജവഹർലാൽ നെഹ്റു. SCERT ഫാക്ട്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന് സ്ഥിരമായിട്ട് പറയുന്ന പോയിന്റ് 2023 ഓഗസ്റ്റ് മാസം 23. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് പത്കായി ബൂം, മിസോ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകളും ഉണ്ട്. ഓക്കെ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 2ഉം 4ഉമാണ്. താരതമ്യേന വീതി കൂടുതലും ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ടതാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഏതാണ്? പടിഞ്ഞാറൻ തീര സമതലം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീര സമതലം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. ഇത് രണ്ടുമാണ് ശരി. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. പാരാദ്വീപ്, ഹാൽദിയ എന്നിവയാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണ. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് ചീയപ്പാറ പത്തനംതിട്ട എന്നുള്ളതാണ്. വാഴച്ചാൽ തൃശൂർ, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. ചീയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ എന്നിവ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക.
ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ഇത് മൂന്നും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല, അതിവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായിട്ടുള്ളവ: ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? മണിയാർ. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. മലനാടാണ് തന്നിരിക്കുന്നത്, അപ്പോൾ 75 മീറ്ററിന് ഉയരെയാണ് വരേണ്ടത്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. മലനാടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അപ്പോൾ ഒന്ന് മാത്രമാണ് തെറ്റ്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? കേരള അത്ലറ്റുകൾ KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് എന്നിവരാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്തവ ഇത് രണ്ടുമാണ്. കേരള മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. 2ഉം 3ഉം ആണ് യോജിക്കാത്തവ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? കടൽ തീരമില്ലാത്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? വീണ്ടും ഈ ചോദ്യം വന്നു. 2023 ഓഗസ്റ്റ് മാസം 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? SK വസന്തനാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേരാണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആര്? വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ: വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. എല്ലാം ശരിയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലേന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? സർദാർ പട്ടേൽ, VP മേനോൻ, മലയാളി VP മേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള നെല്ലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത്? അറബിക്ക എന്ന കാപ്പിക്കുരു. ISRO സ്ഥാപിതമായ വർഷം? ISRO 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. 3 പരീക്ഷയായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ ആണ്. ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ 107 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലാണ് കാണപ്പെടുന്നത്. സ്റ്റേപ്പിസ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ നിശാന്തത. ബെറിബെറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് രണ്ടുമാണ് ശരി. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? ബുദ്ധിമാന്റെ നെല്ല് പൊക്കാളിയാണ്. പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ സ്ഥാപനം പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവരായിരിക്കും. ആരാണ്? ഉൽപാദകർ. ഹരിത സസ്യങ്ങൾ. പവിഴപ്പുറ്റുകൾ, കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? അരുൺ അലോഷ്യസ്.
ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ബാർക്കാണ്, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ, താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. അത് രണ്ടുമാണ് ശരി. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ബലം, ബലത്തിന്റെ യൂണിറ്റ് പാസ്കൽ എന്നുള്ളതാണ് തെറ്റ്. ബലത്തിന്റെ യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. പവർ വാട്ട്, പ്രവൃത്തി ജൂൾ, ഊർജം ജൂൾ. പാസ്കൽ എന്നത് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നിരിക്കും. അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ് അലുമിനിയം. ക്രയോലൈറ്റ്, ബോക്സൈറ്റ് എന്നിവ. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ഏത്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ബേക്ക്ലൈറ്റ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത് എന്നിവയാണ്. ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. 2023 സെപ്റ്റീമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര്? ടോവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരമേത്? കോയമ്പത്തൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. ഡിഫ്തീരിയ, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് എന്നുള്ളത്. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? മലമ്പനിയാണ്. ശരിയായ ജോഡി ഏത്? ക്ഷയം, BCG വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ എടുക്കുന്നതാണ്. ഒന്ന് മാത്രം ശരി. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? ഇരുമ്പാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗമല്ലാത്തത് ഹീമോഫീലിയ. ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? അവയവദാനവുമായി ബന്ധപ്പെട്ടത് മൃതസഞ്ജീവിനി. അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? വവ്വാലാണ്, വവ്വാൽ. ആതിഥേയരായ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത്? ഏതാ? വൈറസ് ആണ്, വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്തത് അലോപ്പതി. ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഒക്കെ ആയുഷിൽ ഉൾപ്പെടുന്നതാണ്, ഫുൾ ഫോമിൽ തന്നെയുണ്ട്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? വിമുക്തിയാണ്, ലഹരി വിമുക്ത പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്ത്? പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്, മോഹൻലാൽ. അടുത്ത മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻസ്. 2 - 5 + 6 - 6 × 5 + 3 = 0. ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? 36. 1/1 × 2 + 1/2 × 3 + 1/3 × 4 ഇതിന്റെ വാല്യൂ എത്രയാണ്? 3/4. 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? 4.8 കിലോമീറ്റർ. ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? 6%. 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ, 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളിലെയും വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്ര? 130 ലിറ്റർ. 1 and 1/4 വർഗം എത്രയാണ്? 25/16. 25/16. 0.12/0.3 × 0.4/0.2 × 0.6/0.4 വില എത്രയാണ്? 1.2. ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും? 5.25 കിലോഗ്രാം. 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത്? 180 ആണ്.
20 into 15 minus 8 plus 120 divided by 4 minus 5 into 5 എത്രയാണ്? 145. 1, 2, 6, 15, 31 dash എന്ന ശ്രേണിയുടെ വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? 56. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ 4:65 എന്നുള്ളതാണ്. 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്നും 11-മതും ലത പുറകിൽ നിന്നും 21-മതുമായാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇവർക്കിടയിൽ 5 പേർ. അടുത്ത ചോദ്യം, അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 32. സമാന ബന്ധം കണ്ടെത്തുക. HLKM is to EISJ, DGNP is to ADKM. 235711 ഡാഷ് ഡാഷിന്റെ അവിടെ വരുന്ന വാല്യൂ 13 ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് 125/625. 4 + 8 = 20 ആയാൽ 6 + 10 എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും? 44. ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏത്? പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. ഇതിൽ GK ഉറപ്പിച്ചു പറയാം, SCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഒരു 90% ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ GK സയൻസ് ഒക്കെ SCERT ആണ്. അപ്പോൾ SCERT നിങ്ങളിപ്പോൾ പുതിയ ടെക്സ്റ്റായി അങ്ങനെയൊന്നും കരുതിയിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. പുതിയ ടെക്സ്റ്റിൽ നിന്ന് PSC ചോദിച്ചു തുടങ്ങിയിട്ടില്ല. പഴയ അതിൽ നിന്ന് തന്നെയാണ് PSC ചോദിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ LDC, LGS, സെക്രട്ടേറിയറ്റ്, OA മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരെ SCERT നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ SCERT ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണ് ഞാൻ എല്ലാ ക്ലാസ്സുകളും എടുത്തിരിക്കുന്നത്. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും കോഴ്സ് എടുക്കാം. ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.